ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത്, ഈ ആധുനിക ലോകത്ത് എല്ലാ പ്രമുഖ സൈനിക ശക്തികളുടെ കയ്യിലും അതീവ പ്രഹരശേഷിയുള്ള, അതീവ സംഹാരശേഷിയുള്ള ആയുധങ്ങളുണ്ട്. അതായത് പട്ടണങ്ങളും നഗരങ്ങളും എന്ന് വേണ്ട രാജ്യങ്ങൾ തന്നെ ചുട്ട് ചാമ്പലാക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ. ഏതായാലും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലത്തെ ചരിത്രം അല്ലെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ലോക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെ അതീവ സംഹാരശേഷിയുള്ള ആയുധങ്ങളുടെ എണ്ണവും അതുപോലെ അവയുടെ പ്രഹരശേഷിയും അനുദിനം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതെന്ത് തന്നെയായാലും പ്രതിരോധം അല്ലെങ്കിൽ യുദ്ധം എന്ന വാക്ക് നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ആയുധമേന്തിയ, തോക്കേന്തിയ സൈനികരുടെ ചിത്രം തന്നെയായിരിക്കും. മറ്റൊരു തലത്തിൽ പറഞ്ഞല്ല, ആയുധങ്ങളുടെ ശേഷി എത്ര കണ്ട് വർദ്ധിച്ചെന്ന് പറഞ്ഞാലും ഒരു യുദ്ധം, ഒരു അറ്റാക്ക് വളരെ പ്രിസൈസ് ആയിട്ട് നടത്താൻ കഴിയുന്ന ഒരേ ഒരു ആയുധമേ ഉള്ളൂ, അത് തോക്ക് തന്നെയാണ്. അതായത് ആയുധങ്ങളുടെ പ്രഹരശേഷി ഒരു റൈഫിൾ കാർട്രിഡ്ജിന് അപ്പുറത്തേക്ക് വർദ്ധിക്കുമ്പോൾ മറുവശത്ത് മരിച്ചു വീഴുന്നവരിൽ സിംഹഭാഗവും നിരപരാധികളായിരിക്കും. ഈ കാഴ്ച നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആകാശത്തു നിന്നും യുദ്ധവിമാനങ്ങൾ അഗ്നിവർഷിക്കുമ്പോൾ ഭൂമിയിൽ വെന്തുരുകി പോകുന്നത് പിച്ച വെച്ച് തുടങ്ങിയിട്ടില്ലാത്ത പിഞ്ച് കുഞ്ഞുങ്ങളടക്കം നിരപരാധികളാണ്. അതുകൊണ്ട് തന്നെ ഒരു ആയുധം, ഒരു സൈനിക ശക്തി അവരുടെ ആയുധപ്പുരയിൽ എത്ര വലിയ ആയുധങ്ങൾ ശേഖരിച്ചെന്ന് പറഞ്ഞാലും സ്മോൾ ആംസ് എന്ന് നമ്മൾ വിളിക്കുന്ന തോക്കുകളാണ് ഏതൊരു പ്രതിരോധത്തിൻ്റെയും നിർണായക ഘടകങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇന്ത്യയുടെ സ്മോൾ ആംസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അതിൽ വർക്ക് ചെയ്ത് തന്നപ്പോൾ എനിക്ക് തോന്നി ഇന്ത്യയുടെ സ്മോൾ ആംസ് മാത്രമല്ല, അത് ഇന്ത്യയുടെയും ചൈനയുടെയും സ്മോൾ ആംസ് എന്നുള്ള ഒരു തീമിലേക്ക് കൊണ്ടുവരികയും അതൊടുവിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സ്മോൾ ആംസ് തമ്മിലുള്ള ഒരു ആരോഗ്യപരമായ കമ്പാരിസനായി മാറുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയും അതുപോലെ ചൈനയും മിലിറ്ററിയുടെ വിവിധ സേനകളിൽ ഉപയോഗിക്കുന്ന സ്മോൾ ആംസിനെയാണ്, തോക്കുകളെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫെർമി ടീഷർട്ട് ഗിവ് അവേ, അതായത് എല്ലാ ആഴ്ചയും ഒരാൾക്ക് ഒരു ടീഷർട്ട് ഗിവ് അവേ നൽകുന്ന നമ്മുടെ മെഗാ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വളരെ നിസ്സാരമായ ഒരു കാര്യം ചെയ്താൽ മതി. അതായത് ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫെർമി വെയർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ ഈ ഗിവ് അവേയുടെ ഭാഗമാകും. തന്നെയുമല്ല, ഈ ഗിവ് അവേയിൽ ഒരു വലിയ അപ്ഡേറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് മാർച്ച് 31 തീയതിക്ക് മുമ്പായി, അതായത് 2025 മാർച്ച് 31 തീയതിക്ക് മുമ്പായി ഈ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു വിജയിക്ക് ഒരു സ്മാർട്ട് ഫോൺ സമ്മാനമായി നൽകുന്നതായിരിക്കും. സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ 20,000 രൂപ വിലയുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് നൽകുന്നത്. ഇനി ഗിഫ്റ്റ് ലഭിക്കുന്ന ആൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ സ്മാർട്ട് ഫോൺ വേണ്ട എന്നാണെങ്കിൽ അയാൾക്ക് 20,000 രൂപ നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ടും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ടീഷർട്ട് പോലെയല്ല, സ്മാർട്ട് ഫോൺ ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. അത് മാർച്ച് 31 തീയതിക്ക് മുമ്പായിട്ട് ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരെ മാത്രമേ ഈ സ്മാർട്ട് ഫോൺ ഗിവ് അവേയിൽ പങ്കെടുപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒട്ടും സമയം കളയാതെ ഫെർമി വെയർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് ഈ ഗിവ് അവേയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ആഴ്ചത്തെ വിജയി, ഈ ആഴ്ചത്തെ ടീഷർട്ട് വിജയി ആരാണെന്ന് നമുക്ക് നോക്കാം. അതായത് ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഫലമായി കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാൻ സാധിക്കാതെ പോയതുകൊണ്ട് ഈ ആഴ്ച 2 വിജയികളുണ്ട്. അതിലൊന്നാമത്തെ ആൾ ബിപിൻ ബാബുവാണ്. ഒപ്പം രണ്ടാമതായി ആൽബിൻ മാത്യുവും. 2 പേർക്കും സയൻറ്റിഫിക് മലയാളിയുടെ ആശംസകൾ. അപ്പോൾ ബിപിൻ ബാബുവും ആൽബിൻ മാത്യുവും എത്രയും വേഗം അവരുടെ ടീഷർട്ട് സൈസും അതുപോലെ ഷിപ്പിംഗ് അഡ്രസ്സും scientific malayali@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരിക. അവർക്കുള്ള ഗിഫ്റ്റ് എത്രയും വേഗം തന്നെ അഡ്രസ്സിൽ എത്തിക്കുന്നതായിരിക്കും. ബാക്കിയുള്ളവർ ഒട്ടും സമയം കളയാതെ ഫെർമി വെയറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് ഈ ഗിവ് അവേയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഈ ഗിവ് അവേയിൽ പങ്കെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ സ്മോൾ ആംസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, സാധാരണ ഒരാളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഹാൻഡ് ഗൺസ് ആണ്. നമ്മൾ പിസ്റ്റൾ അല്ലെങ്കിൽ റിവോൾവർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ്. പക്ഷേ അവ മാത്രമല്ല, സ്മോൾ ആംസ് എന്ന് പറയുമ്പോൾ പ്രധാനമായും 4 വിഭാഗങ്ങളിൽ പെടുന്ന ആയുധങ്ങളാണ് ഇവയിൽ ഉൾപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലുള്ള ഹാൻഡ് ഗൺസ്, അതായത് പിസ്റ്റളും റിവോൾവറും. ഈ റിവോൾവർ എന്ന് പറയുന്ന സാധനം മിലിറ്ററികളിൽ വളരെ വിരളമായി മാത്രമേ ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കാറുള്ളൂ. കൂടുതലായും ഉപയോഗിക്കുന്ന ഹാൻഡ് ഗൺ എന്ന് പറഞ്ഞാൽ അത് പിസ്റ്റളാണ്. പിസ്റ്റൾ കഴിഞ്ഞാൽ പിന്നെ ഒരു മിലിറ്ററിയുടെ ഏറ്റവും അടിസ്ഥാനമായ ഘടകം, അല്ലെങ്കിൽ ഒരു ഇൻഫൻട്രിയുടെ ബാക്ക് ബോൺ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സംഭവം അസോൾട്ട് റൈഫിളുകളാണ്. ഒരു സേനയുടെ, പ്രത്യേകിച്ചും കരസേനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് തന്നെ നമുക്ക് പറയാം. അസോൾട്ട് റൈഫിളുകൾ കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ടും പറയുന്നത് സബ് മെഷീൻ ഗൺസിനെയാണ്. അപ്പോൾ ഈ അസോൾട്ട് റൈഫിളുകൾക്കും സബ് മെഷീൻ ഗണ്ണുകൾക്കും ഇടയ്ക്കായിട്ട് കാർബീൻ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം തോക്കുകൾ കൂടിയുണ്ട്. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ സബ് മെഷീൻ ഗണ്ണിനെയും കാർബീൻസിനെയും ഒരു വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ 4ാമതൊരു വിഭാഗം കൂടിയുണ്ട്. അതാണ്
ലോങ് റേഞ്ച് റൈഫിൾസ് എന്ന് പറഞ്ഞാൽ സ്നൈപ്പർ റൈഫിൾസ് എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്ന തോക്കുകൾ. അപ്പോൾ ഈ സ്നൈപ്പർ റൈഫിളും നമ്മൾ പൊതുവെ വിളിക്കുന്ന ഈ ലോങ് റേഞ്ച് റൈഫിളുകളിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള സ്നൈപ്പർ റൈഫിൾസ്, അതായത് നമ്മൾ അമേരിക്കൻ സ്നൈപ്പറിനെ പോലുള്ള ആൾക്കാരൊക്കെ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന റൈഫിൾ, അവയെ മാർക്ക്മാൻ റൈഫിൾ എന്നാണ് ടെക്നിക്കലി വിളിക്കുന്നത്. ഇതുകൂടാതെ ഹെവി കാലിബർ, വളരെ വലിയ കാലിബർ കാർട്രിഡ്ജുകൾ ഫയർ ചെയ്യുന്ന മറ്റൊരു വിഭാഗം ലോങ് റേഞ്ച് റൈഫിളിലൂടെ വരുന്നുണ്ട്. അത് ആൻറ്റി മെറ്റീരിയൽ റൈഫിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് സംഭവം പൊതുവെ മിലിറ്ററി എക്യുപ്മെൻറ്റ്സുകൾക്കെതിരെ ഒക്കെ ഫയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, മിലിറ്ററി എക്യുപ്മെൻറ്റ്സുകൾക്കെതിരെ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളുകൾ അതുപോലുള്ള പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചേഴ്സൊക്കെ വെടിവെച്ച് പൊളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. വേണമെങ്കിൽ ഇത്തരം ആൻറ്റി മെറ്റീരിയൽ റൈഫിളുകൾ ഉപയോഗിച്ച് ഹെലികോപ്റ്ററുകൾക്കിട്ടോ ഈവൻ ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിളുകളെയൊക്കെ വെടിവെച്ച് തകർക്കാൻ സാധിക്കും. അപ്പോൾ ഈ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് തന്നെ പല ഗ്രേഡുകളുണ്ട്. പൊതുവേ നമ്മൾ ബുള്ളറ്റ് പ്രൂഫ് എന്ന് വിളിക്കപ്പെടുന്ന നമുക്ക് പരിചിതമായിട്ടുള്ള VIP ഒക്കെ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഒരു റൈഫിൾ കാർട്രിഡ്ജിന് അപ്പുറത്തേക്കൊന്നും ബുള്ളറ്റ് പ്രൂഫ് ഒന്നും അല്ല. ഇവിടെ നമ്മൾ പറയുന്ന ഈ ആൻറ്റി മെറ്റീരിയൽ റൈഫിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ബേസിക്കലി ആൻറ്റി ടാങ്ക് റൈഫിൾസിനെ മയപ്പെടുത്തി നിർമ്മിച്ചെടുത്ത തോക്കുകളാണ്. അപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ അതിൻ്റെ പ്രഹരശേഷി എന്തായിരിക്കുമെന്ന്. അതായത് നമ്മുടെ ബാരറ്റ് M95 പോലുള്ള സാധനങ്ങളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് വഴിയെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് പിസ്റ്റളുകളെ കുറിച്ചാണ്, അതായത് ഹാൻഡ് ഗണ്ണുകളെ കുറിച്ച്. അപ്പോൾ പിസ്റ്റളുകൾ എന്ന് പറയുമ്പോൾ പിസ്റ്റളുകൾ പല വിധത്തിലുള്ള പിസ്റ്റളുകളുണ്ട്. പക്ഷേ ഇന്ന് ലോകത്ത് പ്രത്യേകിച്ച് മിലിറ്ററി പർപ്പസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കിന് പൊതുവെ ഇന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് 9mm ബുള്ളറ്റുകൾ ഫയർ ചെയ്യുന്ന പിസ്റ്റളുകളാണ്. അതായത് 9mm പാരബെല്ലം കാർട്രിഡ്ജ് ഫയർ ചെയ്യുന്ന പിസ്റ്റളുകളാണ്. ഇവയെ പൊതുവെ വണ്ടർ 9 എന്നുള്ളൊരു വിഭാഗത്തിലാണ് പെടുത്തുന്നത്. നമ്മുടെ ബറേട്ട 92 അല്ലെങ്കിൽ ഗ്ലോക്ക് 17, ബ്രൗണിംഗ് ഹൈ പവർ, അങ്ങനെ ലോകത്തുള്ള എല്ലാ പ്രമുഖ ആയുധ നിർമ്മാതാക്കളും ഇത്തരത്തിലുള്ള 9mm പിസ്റ്റളുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതായാലും നമുക്ക് ചൈനയിൽ നിന്നും പറഞ്ഞു തുടങ്ങാം. അപ്പോൾ വിക്കിപീഡിയയുടെ പേജ് പ്രകാരം ചൈനീസ് മിലിറ്ററിയുടെ പക്കൽ ഒരുപാട് തരം പിസ്റ്റലുകളുണ്ട്. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് ചൈന ഉപയോഗിക്കുന്നത് QSZ-92 അല്ലെങ്കിൽ QSZ-92 എന്ന് പറയുന്ന 9mm പിസ്റ്റളാണ്. ഇതിന് ബറേട്ട 92 ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും QSZ-92 ആണ് ചൈനീസ് മിലിറ്ററിയുടെ ഏറ്റവും പ്രധാന പിസ്റ്റൾ, ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഇഷ്യൂ പിസ്റ്റൾ. അപ്പോൾ ഇതൊരു 9mm പിസ്റ്റളാണ്. ബേസിക്കലി ഇത് 9mm പാരബെല്ലം റൗണ്ട്സ് ഫയർ ചെയ്യുന്ന പിസ്റ്റളാണ്. പക്ഷേ അത് കൂടാതെ പാരബെല്ലത്തിന് പുറമെ 5.8 × 21mm എന്ന് പറഞ്ഞാൽ ചൈന സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ആർമർ പിയേഴ്സിംഗ് കാർട്രിഡ്ജും ഈ പിസ്റ്റൾ ഉപയോഗിച്ച് ഫയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ 5.8mm ആർമർ പിയേഴ്സിംഗ് കാർട്രിഡ്ജ് ഫയർ ചെയ്യുന്ന വേരിയൻറ്റ് ചൈനീസ് മിലിറ്ററി എക്സ്ക്ലൂസീവായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ പാരബെല്ലം റൗണ്ട് ഫയർ ചെയ്യാൻ പറ്റുന്ന വേരിയൻറ്റുകൾ ചൈനയിലെ പോലീസ് ഫോഴ്സും മറ്റ് ലോ എൻഫോഴ്സിംഗ് ഏജൻസികളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയുടെ സ്പെഷ്യൽ ഫോഴ്സുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി QSZ-192 എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് കൂടിയുണ്ട്. ചൈനയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, മ്യാൻമാർ, കംബോഡിയ, ഇറാഖ്, സൗത്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളും ഈ QSZ-91 ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ QSW-6, QX-04, Type 71 പിസ്റ്റൾ, ഇങ്ങനെ ചില പിസ്റ്റളുകളും ചൈന ഉപയോഗിക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ചൈന സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ചൈനീസ് പിസ്റ്റളുകളാണ്. ഇനി ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായും 3 തരം പിസ്റ്റളുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പിസ്റ്റൾ ഓട്ടോ 9mm 1A. ഇതിന് പുറമെ ഗ്ലോക്ക് പിസ്റ്റളുകളുണ്ട്. അതായത് ഗ്ലോക്ക് 17ഉം ഗ്ലോക്ക് 26ഉം ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പുറമെ മൂന്നാമതായിട്ട് വരുന്നതാണ് ബറേട്ട PX-4 സ്റ്റോം. ഇവ 3ഉം 9mm സെമി ഓട്ടോമാറ്റിക് പിസ്റ്റളുകളാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പിസ്റ്റൾ ഓട്ടോ 9mm 1A ഇതാണ് ഇന്ത്യൻ മിലിറ്ററിയുടെ സ്റ്റാൻഡേർഡ് ഇഷ്യൂ സൈഡ് ആം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബ്രൗണിംഗ് ഹൈ പവറിൻ്റെ ഒരു ഇന്ത്യനൈസ്ഡ് വേർഷനാണ്. അതായത് ബേസിക്കലി ബ്രൗണിംഗ് ഹൈ പവറിൻ്റെ ഒരു ലൈസൻസ്ഡ് കോപ്പിയാണ്. ഇത് നിർമ്മിക്കുന്നത് നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറി ബോർഡാണ്. രണ്ടാമത്തത് ഗ്ലോക്ക് പിസ്റ്റളുകൾ, അതായത് ഗ്ലോക്ക് 17ഉം ഗ്ലോക്ക് 26. അപ്പോൾ ഗ്ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച പിസ്റ്റളുകളിൽ ഒന്നാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ ഹാൻഡ് ഗണ്ണുകളുടെ ലോകത്ത് ഒരു റെവല്യൂഷൻ തന്നെ സൃഷ്ടിച്ച പിസ്റ്റലാണ് ഗ്ലോക്ക്, പ്രത്യേകിച്ചും ഗ്ലോക്ക് 17. അത് എത്ര റിലയബിളാണ് അല്ലെങ്കിൽ എത്ര മികച്ചതാണെന്നൊന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. തന്നെയല്ല, ഗ്ലോക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഗ്ലോക്ക് 17 അല്ലെങ്കിൽ ഗ്ലോക്ക് പിസ്റ്റളുകൾ പൊതുവേ സ്പെഷ്യൽ ഫോഴ്സുകളാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പുറമെയാണ് ബറേട്ട PX-4 സ്റ്റോം എന്ന് പറയുന്ന 9mm സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ വരുന്നത്. ഇതും ബേസിക്കലി സ്പെഷ്യൽ ഫോഴ്സുകളാണ് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് ഒരു ആർമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അസോൾട്ട് റൈഫിളുകൾ. ഇവിടെയും നമ്മൾ ചൈനയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ചൈനീസ് മിലിറ്ററി സ്റ്റാൻഡേർഡ് ഇഷ്യൂ അസോൾട്ട് റൈഫിളായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് QBZ-191 ഓട്ടോമാറ്റിക് റൈഫിളാണ്. ഇതിൽ ഉപയോഗിക്കുന്നത് ചൈന സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത 5.8 × 42mm എന്ന സൈസിൽ വരുന്ന കാർട്രിഡ്ജുകളാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് ലോകത്ത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന അസോൾട്ട് റൈഫിൾ കാർട്രിഡ്ജ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കാർട്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒന്ന് 556 NATO,
രണ്ടാമത് സോവിയറ്റ് അല്ലെങ്കിൽ റഷ്യൻ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് 545 റഷ്യൻ അല്ലെങ്കിൽ 545 സോവിയറ്റ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ 5.45 ഇൻറ്റു 39 മില്ലിമീറ്റർ സോവിയറ്റ് കാർട്രിഡ്ജ്, അതായത് നമ്മുടെ AK-74 ഉപയോഗിക്കുന്ന കാർട്രിഡ്ജ്. ഇത് രണ്ടുമാണ് ഇന്ന് ലോകത്ത് അസോൾട്ട് റൈഫിളുകളിൽ ഉപയോഗിക്കുന്ന വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന കാർട്രിഡ്ജുകൾ. പക്ഷേ ചൈനക്കാർ ഉപയോഗിക്കുന്ന ചൈനയ്ക്ക് വേണ്ടി ചൈനയിൽ നിർമ്മിച്ചെടുത്ത 5.8 ഇൻറ്റു 42 മില്ലിമീറ്റർ കാർട്രിഡ്ജാണ്. അപ്പോൾ ചൈനക്കാർ അവകാശപ്പെടുന്ന ഈ സംഭവം അവരുടെ സ്വന്തം കാർട്രിഡ്ജ് മറ്റ് 2 കാർട്രിഡ്ജുകളെക്കാളും നാറ്റോയെക്കാളും സോവിയറ്റ് കാർട്രിഡ്ജിനേക്കാളും വളരെ മികച്ചതാണെന്നാണ്. അത് എത്ര കണ്ട് മികച്ചതാണെന്നുള്ളതിന് തെളിവുകളൊന്നുമില്ല. ചൈന പറയുന്നത് വിശ്വസിക്കാൻ ഇപ്പം നിവൃത്തിയുള്ളൂ. കാരണം ചൈനയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക്, അതായത് ഈ പറഞ്ഞ മ്യാൻമാർ, കംബോഡിയ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ അസോൾട്ട് റൈഫിളുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മേടിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഈ ചൈനയുടെ കാർട്രിഡ്ജ് നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല. കാരണം ചൈനീസ് മിലിറ്ററിയിൽ മാത്രമേ അവർ അവരുടെ കാർട്രിഡ്ജ് ഉപയോഗിക്കുന്നുള്ളൂ. എക്സ്പോർട്ട് വേരിയൻറ്റുകളൊക്കെ നിർമ്മിക്കുന്നത് 556 നാറ്റോ ചേമ്പർ ചെയ്യാവുന്ന രീതിയിലാണ്. ഇനി പറഞ്ഞ QBZ 191 തിരിച്ചു വന്നു കഴിഞ്ഞാൽ 2019 മുതലാണ് ചൈന ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇതിന് ഈ അസോൾട്ട് റൈഫിൾ വേരിയൻറ്റ് കൂടാതെ ഒരു കാർബിയൻ വേരിയൻ്റ് ഉണ്ട്, അത് QBZ 192 എന്നാണ് അറിയപ്പെടുന്നത്. അതുകൂടാതെ ഇതിനെ തന്നെ അടിസ്ഥാനപ്പെടുത്തി ഒരു മാർക്ക്മാൻ സ്നൈപ്പർ റൈഫിളും കൂടി ചൈന ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് QBB 191 എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ അപ്പോൾ ഈ അസോൾട്ട് റൈഫിൾ QBZ 191 ബുള്ളറ്റ് ഫീഡിംഗ് മെക്കാനിസമായിട്ട് ഉപയോഗിക്കുന്നത് 30 കാർട്രിഡ്ജ് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് മാഗസിനാണ്. ഇത് കൂടാതെ 75 കാർട്രിഡ്ജുകൾ വരെ ലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഡ്രം മാഗസിനും വേണമെങ്കിൽ ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ QBZ 95 എന്ന് പറയുന്ന ബുൾപപ്പ് ഡിസൈനിലുള്ള അസോൾട്ട് റൈഫിളും ചൈന ഉപയോഗിക്കുന്നുണ്ട്. ഇതിലും ഈ പറഞ്ഞ 5.8 ഇൻറ്റു 42 മില്ലിമീറ്റർ ചൈനീസ് കാർട്രിഡ്ജ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 556 നാറ്റോ ഫയർ ചെയ്യാവുന്ന ഇതിൻ്റെ എക്സ്പോർട്ട് വേരിയൻറ്റുകളും ഉണ്ട്. അപ്പോൾ ഈ 2 അസോൾട്ട് റൈഫിളുകളും ചൈന സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ്. സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചൈനയുടെ ഒരു തോക്കുകളുടെ അസോൾട്ട് റൈഫിളുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവർ ആദ്യം തന്നെ AK-47 കോപ്പി അടിച്ചുകൊണ്ടാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതായത് AK-47 കോപ്പി അടിച്ച് Type 56 എന്ന് പറയുന്ന ഒരു അസോൾട്ട് റൈഫിൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ Type 56 ഉണ്ടാക്കി പഠിച്ച് അതിനെ പല കാലഘട്ടത്തിലും പല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത്, അതായത് Type 81, Type 87 അല്ലെങ്കിൽ Type 86 ബുൾപപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല തോക്കുകൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഇതിൻ്റെ മെക്കാനിസം, ഈ Type 56 മെക്കാനിസം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചൈന ഡെവലപ്പ് ചെയ്തു. അവിടുന്ന് വീണ്ടും ഒരു പടിയുടെ ഉയർന്നിട്ടാണ് ഈ 90കളായപ്പോഴത്തേന് ഈ പറഞ്ഞ QBZ 95 എന്ന് പറയുന്ന ബുൾപപ്പ് റൈഫിൾ ചൈന നിർമ്മിച്ചെടുക്കുന്നത്. അവിടെ കൊണ്ടും ചൈന നിർത്തിയില്ല. അവർ വീണ്ടും ഈ തോക്കിൽ വളരെയധികം പരീക്ഷണങ്ങളും കാര്യങ്ങളും നടത്തിയാണ് ഇന്ന് ചൈന ഉപയോഗിക്കുന്ന QBZ 191 എത്തിച്ചേരുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുള്ള QBZ 191 QBZ 95 ഇന്ന് ചൈന ഉപയോഗിക്കുന്ന പ്രധാന അസോൾട്ട് റൈഫിൾ. ഇതിന് പുറമെ QBZ 3 എന്ന് പറയുന്ന ഒരു അസോൾട്ട് റൈഫിൾ ചെറിയ അളവിൽ ചൈന ഉപയോഗിക്കുന്നുണ്ട്. ഇതും ഏതാണ്ട് നമ്മുടെ AK-47 മെക്കാനിസം ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തത് Type 81 റൈഫിളിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൽ ഫയർ ചെയ്യുന്ന കാർട്രിഡ്ജ് ഈ 5.8 ഇൻറ്റു 42 മില്ലിമീറ്റർ ചൈനീസ് കാർട്രിഡ്ജാണ്. ഈ QBZ 3 ഗ്രനേഡ് ലോഞ്ചറുകൾ പോലുള്ള കാര്യങ്ങൾ ഘടിപ്പിച്ച് Type 11 ഇൻ്റഗ്രേറ്റഡ് കോമ്പാറ്റ് സിസ്റ്റം എന്ന രീതിയിൽ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ QTS 11 എന്നും വിളിക്കാറുണ്ട്. ഇതിന് പുറമെ ചൈന Type 81 റൈഫിളും ഒരു ചെറിയ അളവിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ എല്ലാ അസോൾട്ട് റൈഫിളുകളും ചൈന സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ്. അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന കാർട്രിഡ്ജുകളും ചൈനയുടെ സ്വന്തം കാർട്രിഡ്ജുകളാണ്. ഇനി ഇന്ത്യൻ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ അസോൾട്ട് റൈഫിളുടെ കാര്യത്തിൽ വളരെയധികം അപ്ഗ്രേഡേഷനും വളരെയധികം പ്രൊക്യൂർമെൻറ്റുകളും ഒക്കെ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നിരുന്നാലും ഇന്നും ഇന്ത്യൻ മിലിറ്ററിയുടെ വിവിധ വിഭാഗങ്ങളിൽ ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്ന, ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, ഏറ്റവും അധികം എണ്ണം ഉപയോഗിക്കുന്ന അസോൾട്ട് റൈഫിൾ ഇൻസാസ് തന്നെയാണ്. നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ഇൻസാസ് തന്നെയാണ്. ഇൻസാസിന് ധാരാളം പോരാളികളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോരാളികളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇൻസാസിനെ ഒരു വശത്ത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസാസിനെ വളരെ വ്യാപകമായിട്ട് ഇന്ത്യ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതായത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 വിഭാഗത്തിൽപ്പെടുന്ന റൈഫിളുകളാണ്. ഒന്ന് AK-203 2 സിഗ്സോയർ 716I. അപ്പോൾ AK-203 ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ഇഷ്യൂ റൈഫിളായിട്ട് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് റഷ്യയിൽ നിർമ്മിച്ച് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. അതായത് അമേഠിയിലുള്ള ഇൻഡോ റഷ്യ റൈഫിൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ സാധനം ഇന്ന് നിർമ്മിക്കുന്നത്. അപ്പോൾ സമീപമായിട്ട് തന്നെ AK-203 ഇന്ത്യൻ മിലിറ്ററിയുടെ സ്റ്റാൻഡേർഡ് ഇഷ്യൂ റൈഫിളായിട്ട് മാറും. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന 7.62 ഇൻറ്റു 39 മില്ലിമീറ്റർ ഫുൾ സൈസ്ഡ് റൈഫിൾ കാർട്രിഡ്ജാണ്. അതായത് 7.62 നാറ്റോയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള റഷ്യൻ കാർട്രിഡ്ജാണ് ഈ പറഞ്ഞ 7.62 ഇൻറ്റു 39 മില്ലിമീറ്റർ കാർട്രിഡ്ജ്. ഇതിലും ഫീഡർ മെക്കാനിസമായിട്ട് ഉപയോഗിക്കുന്ന 30 റൗണ്ട് ബോക്സ് മാഗസിൻ തന്നെയാണ്. ഇതിന് പുറമെയാണ് നമ്മൾ സിഗ്സോയർ 716I ബാറ്റിൽ റൈഫിൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഈ സിഗ്സോയറിൻ്റെ റൈഫിൾ നമ്മൾ പൊതുവേ LOC പോലുള്ള സംഘർഷഭരിത മേഖലകളിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന സൈനികർക്കാണ് കൊടുക്കുന്നത്.
ഇതിൽ ഫയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർട്രിഡ്ജ് 7.62 നാറ്റോ, അതായത് 7.62 ഇൻറ്റു 51 മില്ലിമീറ്റർ നാറ്റോ കാർട്രിഡ്ജാണ്. ഇത് രണ്ടും അതീവ പ്രഹരശേഷിയുള്ള റൈഫിളുകളാണ്. അതായത് അസോൾട്ട് റൈഫിളുകൾ എന്ന് വിളിക്കുമെങ്കിലും ഇതിൽ ഉപയോഗിക്കുന്ന കാർട്രിഡ്ജ് ഫുൾ സൈസ് റൈഫിൾ കാർട്രിഡ്ജ് തന്നെയാണ്. അതായത് 556 നാറ്റോ ആണ് പൊതുവെ അസോൾട്ട് റൈഫിളുകൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കാർട്രിഡ്ജ് എന്ന് പറയുന്നത്. അത് ഇന്റർമീഡിയറ്റ് കാർട്രിഡ്ജ് എന്ന് നമ്മൾ വിളിക്കുന്ന സംഭവം. ഇതിനേക്കാളും വലിയ കാർട്രിഡ്ജാണ് ഈ 7.62 എന്ന് പറയുന്ന സൈസിലേക്ക് വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ഈ തോക്കുകൾ, അതായത് AK-203യുടെയും അതുപോലെ ഈ സിഗ്സോയർ 716Iയുടെയും എഫക്റ്റീവ് റേഞ്ചും അതുപോലെ മസിൽ വെലോസിറ്റിയും ഒക്കെ സാധാരണ ഒരു അസോൾട്ട് റൈഫിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഈ സിഗ്സോയറിൻ്റെ കാര്യത്തിൽ റീകോയിൽ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതോടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇതിന് പുറമെ നമ്മുടെ ഇസ്രയേലി അസോൾട്ട് റൈഫിളുകൾ വരുന്നത്, അത് IW ടവർ സീരീസിൽ വരുന്ന ടവർ X95, ടവർ TAR-21 തുടങ്ങിയ ബുൾപപ്പ് ഡിസൈനിലുള്ള അസോൾട്ട് റൈഫിളുകൾ. ഇവയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് നാറ്റോ കാർട്രിഡ്ജാണ്, അതായത് 556 നാറ്റോ എന്ന് വിളിക്കപ്പെടുന്ന കാർട്രിഡ്ജ്. അപ്പോൾ ഇത് പൊതുവെ ഉപയോഗിക്കുന്നത് നമ്മുടെ കമാൻഡോസ് ഒക്കെ, NSG കമാൻഡോസ് അതുപോലെ മാർക്കോസ് ഒക്കെ പോലുള്ള സ്പെഷ്യൽ ഫോഴ്സുകളാണ് ഈ പറഞ്ഞ ഇസ്രയേലി ടവർ റൈഫിളുകൾ ഉപയോഗിക്കുന്നത്. അപ്പം കാര്യം ഇത് ഇസ്രയേലി ആണെന്ന് പറഞ്ഞാലും ഈ സംഭവം നിർമ്മിക്കപ്പെടുന്നതൊക്കെ തന്നെ ഇന്ത്യയിൽ തന്നെയാണ്. ഇതുകൂടാതെ ARM-1 അല്ലെങ്കിൽ AKM തുടങ്ങിയ AK ടൈപ്പ് റൈഫിളുകളും ഇന്ത്യൻ മിലിറ്ററിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് AK ടൈപ്പ് റൈഫിളുകളാണ്, റഷ്യൻ ഒറിജിൻ ആണെന്ന് പറഞ്ഞാലും ഇത് റഷ്യയിൽ നിന്ന് നിർമ്മിച്ച് ഇമ്പോർട്ട് ചെയ്യുമെന്നല്ല ചെയ്യുന്നത്. അത് ഇന്ത്യയും ഇസ്രയേലും കൂടെ ചേർന്ന് മോഡിഫൈ ചെയ്ത് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന റഷ്യൻ വെപ്പണുകളാണ്. അടുത്ത ലിസ്റ്റിൽ നമ്മൾ പെടുത്തിയിരിക്കുന്നത് സബ് മെഷീൻ ഗണ്ണുകളെയും അതുപോലെ കാർബീൻസിനെയാണ്. അപ്പോൾ അവർക്ക് സബ് മെഷീൻ ഗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിസ്റ്റൾ കാർട്രിഡ്ജുകൾ അല്ലെങ്കിൽ ഹാൻഡ് ഗൺ കാർട്രിഡ്ജുകൾ ഏതാണ്ട് ഒരു അസോൾട്ട് റൈഫിളിന് സമാനമായ മെക്കാനിസം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതാണ്ട് ഒരു അസോൾട്ട് റൈഫിളിന് സമാനമായി സെമി ഓട്ടോമാറ്റിക് മോഡിലും ഓട്ടോമാറ്റിക് മോഡിലും ഫയർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള തോക്കുകളാണ്. അതേസമയം കാർബീനുകൾ എന്ന് പറഞ്ഞാൽ അസോൾട്ട് റൈഫിളുകളുടെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഫയർ ചെയ്യുന്ന കാർട്രിഡ്ജും ഫയറിംഗ് മെക്കാനിസവും ആക്ഷനും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ അസോൾട്ട് റൈഫിളിൻ്റെ തന്നെയായിരിക്കും. പക്ഷേ തോക്കുകളുടെ നീളം കുറവായിരിക്കും. അതായത് ബാരൽ ലെങ്ത് അസോൾട്ട് റൈഫിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അതായത് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് സൈസ് അസോൾട്ട് റൈഫിൾ എടുത്ത് അതിൻ്റെ ബാരൽ കട്ട് ചെയ്ത് കുറച്ചുകൂടെ നീളം കുറഞ്ഞ രൂപത്തിൽ അതിനെ ആക്കിയെടുക്കുന്നതാണ് ടെക്നിക്കലി കാർബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കമാൻഡോ ഓപ്പറേഷനുകൾ പോലെയുള്ള സാഹചര്യങ്ങൾ, അതായത് ക്ലോസ് കോമ്പാറ്റ് സിറ്റുവേഷനുകളിലൊക്കെ ഇവ ഹാൻഡിൽ ചെയ്യാൻ വളരെ സൗകര്യപ്രദമായിരിക്കും എന്നുള്ളതാണ്. അതേസമയം ബാരൽ ലെങ്ത് കുറവായതുകൊണ്ട് ഈ കാർബീനുകളുടെ റേഞ്ചും ആക്യുറസിയും സമാനമായ അസോൾട്ട് റൈഫിളുകൾ അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് അസോൾട്ട് റൈഫിളുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഇതൊന്ന് മനസ്സിൽ വെച്ചോണം. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ചൈനയിലേക്ക് ചെല്ലുമ്പോഴത്തേന് അവിടെയുള്ളത് QCQ-171. ഇതാണ് ചൈനീസ് മിലിറ്ററി വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഇഷ്യൂ സബ് മെഷീൻ ഗൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന സംഭവം. ഇത് 9mm പാരബലമാണ് ഫയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 9mm പാരബലം ഫയർ ചെയ്യുന്ന തോക്കുകൾക്കെല്ലാം ചൈനക്കാർ അവരുടെ ഒരു ബുള്ളറ്റും ഫയർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം ഹാൻഡ് ഗണ്ണുകളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞ ആ 5.8mm ആർമർ പിയേഴ്സിംഗ് റൗണ്ട്, ഈ സാധനവും ഇതിന് ചേമ്പർ ചെയ്യാൻ സാധിക്കും. പക്ഷേ അവിടെ നമ്മൾ പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 5.8 × 21mm DAP റൗണ്ട് പൊതുവേ അവർ ഉപയോഗിക്കുന്നത് മിലിറ്ററിക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി നിർമ്മിക്കുന്ന പിസ്റ്റളുകളിലും സബ് മെഷീൻ ഗണ്ണുകളിലും മാത്രമാണ്. അത് അവരുടെ പോലീസ് ഫോഴ്സുകൾ ഉപയോഗിക്കുന്ന വേരിയൻറ്റുകളിലോ അതുപോലെ എക്സ്പോർട്ടിങ്ങിൽ ഉപയോഗിക്കുന്ന വേരിയൻറ്റുകളിലോ ഒന്നും ഉപയോഗിക്കാറില്ല. അതിനെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് കാർട്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ 9mm പാരബലമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ QCQ-171 2016 മുതൽ ചൈനയുടെ സർവീസിലുണ്ട്. ഇതുകൂടാതെ CF-05, ഇത് QCQ-171 ചൈനയുടെ മിലിറ്ററിയിലേക്ക് വരുന്നതിന് ഒരു 10 വർഷം മുമ്പ് തൊട്ട് ചൈന ഉപയോഗിച്ചിരുന്ന സാധനമാണ്. 2006 മുതൽ ഈ സാധനം ചൈനയുടെ സർവീസിലുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ 9mm പാരബലം തന്നെയാണ് ഫയർ ചെയ്യുന്നത്. കൂടാതെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലത്തെ ചൈനീസ് ബുള്ളറ്റും ഇതിൽ നിന്നും ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന് പുറമെ QCW-5 എന്ന് പറയുന്ന ഒരു ബുൾപപ്പ് ഡിസൈനിലുള്ള സബ് മെഷീൻ ഗണ്ണും ചൈന ഉപയോഗിക്കുന്നുണ്ട്. ഇനി കാർബിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ചൈന ഉപയോഗിക്കുന്ന 2 പ്രധാന അസോൾട്ട് റൈഫിളുകളുണ്ടല്ലോ, അതായത് QBZ-95 QBZ-191. ഇതിന് രണ്ടിൻ്റെയും കാർബിൻ വെർഷനുകളും ചൈനീസ് മിലിറ്ററിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇനി ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സബ് മെഷീൻ ഗണ്ണിലുള്ള ഒരു വലിയ വെറൈറ്റി തന്നെ നമ്മുടെ പക്കലുണ്ട്. പൊതുവേ നമ്മുടെ മിലിറ്ററിയുടെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ഫോഴ്സുകളാണ് ഈ പറഞ്ഞ രീതിയിലുള്ള സബ് മെഷീൻ ഗണ്ണുകൾ ഉപയോഗിക്കുന്നത്. അവരാണല്ലോ ക്ലോസ് കോമ്പാക്റ്റുകളിലൊക്കെ ഏർപ്പെടാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് പൊതുവേ ഈ സബ് മെഷീൻ ഗണ്ണുകൾ പ്രയോജനപ്പെടുന്നത്. കാരണം ഇവയുടെ റേഞ്ചൊക്കെ കുറവാണ്, പക്ഷേ മഴ പെയ്യുന്ന പോലെ നമുക്ക് വെടിവെക്കാൻ സാധിക്കും, അതുപോലെ കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില അഡ്വാൻറ്റേജുകൾ ഉള്ളതുകൊണ്ട് കമാൻഡോ ഓപ്പറേഷനൊക്കെ വളരെ ഐഡിയലാണ് സബ് മെഷീൻ ഗൺസ്. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററിയിലെ വിവിധ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന സബ് മെഷീൻ ഗണ്ണുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഇസ്രയേലി മിഷൻ പിസ്റ്റളായിട്ടുള്ള മൈക്രോ ഊസി. ഇത് മാർക്കോസ് പോലുള്ള കമാൻഡോ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പുറമെ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സബ് മെഷീൻ ഗൺ എന്ന് വാഴ്ത്തപ്പെടുന്ന ഹെക്ലർ ഹാങ്കോക്ക് MP5. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത നമ്മുടെ അസ്മി
സബ്മിഷൻ ഗൺ. ഇവയൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സബ്മിഷൻ ഗണ്ണുകൾ. ഇവയിലെല്ലാം ഉപയോഗിക്കുന്ന കാർട്രിഡ്ജ് 9mm പാരബലം കാർട്രിഡ്ജാണ്. ഇതിന് പുറമെ കാർബിൻ വിഭാഗത്തിൽ നമുക്ക് ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന M4 കാർബിനെയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ തോക്കുകളെല്ലാം തന്നെ സ്പെഷ്യൽ ഫോഴ്സുകളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന തോക്കുകളാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് സ്മോൾ ആംസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലുപ്പമുള്ള തോക്കുകൾ, അതായത് ലോങ് റേഞ്ച് റൈഫിളുകൾ, അല്ലെങ്കിൽ നമുക്ക് സ്നൈപ്പർ റൈഫിൾ എന്നൊക്കെ രീതിയിൽ പരിചയമുള്ള റൈഫിളുകൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. സ്നൈപ്പർ ഗണ്ണുകൾ നമ്മൾ പറയുന്ന ലോങ് റേഞ്ച് റൈഫിളുകളിൽ 2 തരത്തിലുള്ള റൈഫിളുകളുണ്ട്. ഒന്ന് മാർക്ക്മാൻ റൈഫിളും 2 ആൻറ്റി മെറ്റീരിയൽ റൈഫിളുകളും. അപ്പോൾ ഇത്തരം റൈഫിളുകൾ എന്ന് പറഞ്ഞാൽ ഏതൊരു മിലിറ്ററി അറ്റാക്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനുള്ള സംഭവമാണ്. അതായത് ഒരു മിലിറ്ററി അറ്റാക്ക്, ഒരു സേനാദളം ഒരു മേഖലയിൽ അറ്റാക്ക് ചെയ്ത് കയറുമ്പോഴത്തേക്കിന് ആ അറ്റാക്ക് തുടങ്ങി വെക്കുന്നത് മിക്കപ്പോഴും സ്നൈപ്പർ റൈഫിൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ലോങ് റേഞ്ച് റൈഫിളുകളുടെ സഹായത്തോടുകൂടിയായിരിക്കും. തന്നെയുമല്ല ഈ അറ്റാക്കിലുടനീളം ആ സേനയിലെ ആ ട്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിനെയും പൊതിഞ്ഞു പിടിച്ച് അവർ പോലും അറിയാതെ അവരെ സംരക്ഷിക്കുന്ന അദൃശ്യ ശക്തിയായി പ്രവർത്തിക്കുന്നത് ഇത്തരം ലോങ് റേഞ്ച് സ്നൈപ്പർ റൈഫിളുകൾക്ക് പിന്നിൽ ഇമചിമ്മാതെ കാത്തിരിക്കുന്ന സൈനികരാണ്. അപ്പോൾ നമുക്ക് ചൈനയിൽ നിന്ന് തന്നെ തുടങ്ങാം. മാർക്സ്മാൻ റൈഫിളായിട്ട് ചൈന ഉപയോഗിക്കുന്നത് 4 തരം തോക്കുകളാണ്. ഇതിൽ ഒന്നാമത് QBU-191 ആണ്. ഇത് ചൈനയുടെ സ്റ്റാൻഡേർഡ് ഇഷ്യൂ അസോൾട്ട് റൈഫിളായിട്ട് QBZ-191ൻ്റെ മോഡിഫൈഡ് വേർഷനാണ്. അതായത് അതിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഒരു ലോങ് റേഞ്ച് റൈഫിളാണിത്. അതുകൊണ്ട് തന്നെ ആ QBZ അസോൾട്ട് റൈഫിളിൽ കാണുന്ന ഫയർ മോഡുകളെല്ലാം തന്നെ അതേപടി ഈ QBU മാർക്ക്മാൻ റൈഫിളിലും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഓട്ടോ ഫയർ മോഡുള്ള ഒരു സ്നൈപ്പർ റൈഫിളാണിത്. പൊതുവേ നമുക്കറിയാം സ്നൈപ്പർ റൈഫിളുകളിൽ ഓട്ടോ ഫയർ മോഡൊന്നും കാണാറില്ല. ഏറ്റവും കോമൺ ആയിട്ട് സ്നൈപ്പർ റൈഫിളുകൾ ഉപയോഗിക്കുന്നത് ബോൾട്ട് ആക്ഷൻ മെക്കാനിസമാണ്. ഇതിന് പുറമെ ഗ്യാസ് ഓപ്പറേറ്റഡ് പിസ്റ്റൺ മെക്കാനിസമുള്ള സെമി ഓട്ടോമാറ്റിക് സ്നൈപ്പർ റൈഫിളുകളുമുണ്ട്. പക്ഷേ ഈ സംഭവം ഈ പറഞ്ഞ QBU-191 നമുക്ക് ഓട്ടോമാറ്റിക് മോഡും കാണാൻ സാധിക്കും. 800 മീറ്ററാണ് ഇതിൻ്റെ എഫക്റ്റീവ് റേഞ്ച്. നമ്മുടെ അസോൾട്ട് റൈഫിളിൽ ഉപയോഗിക്കുന്ന അതേ ഫീഡർ മെക്കാനിസം തന്നെ 30 റൗണ്ട്സ് ഫീഡ് ചെയ്യാവുന്ന ഒരു ബോക്സ് മാഗസിൻ ഉപയോഗിച്ചാണ് ഇതിലും ബുള്ളറ്റുകൾ ഫീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 5.8x42mm റൗണ്ട്സ് ആണ് ഇത് ഫയർ ചെയ്യുന്നത്. അടുത്ത QBU-203 ആണ്. ഇത് ബോൾട്ട് ആക്ഷൻ റൈഫിളാണ്. 762 NATO കാർട്രിഡ്ജ് ആണ് ഇത് ഫയർ ചെയ്യുന്നത്. ഇതിൻ്റെ റേഞ്ച് 800 മീറ്റർ മുതൽ 1200 മീറ്റർ വരെയാണ്. അപ്പോൾ 762 NATO ആണ് സ്റ്റാൻഡേർഡ് കാർട്രിഡ്ജ് എങ്കിലും 8.6x70 ലാപ്പുവ മാഗ്നം ഫയർ ചെയ്യുന്ന വേരിയൻറ്റുകളും ഇതിനുണ്ട്. അത് LR35 അല്ലെങ്കിൽ QBU-202 എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിനു പുറമെ QBU-88 എന്ന് പറയുന്നൊരു ബുൾപപ്പ് ഡിസൈനിലുള്ള ലോങ് റേഞ്ച് റൈഫിളും ചൈനയുടെ പക്കലുണ്ട്. ഇത് ഒരു ഗ്യാസ് ഓപ്പറേറ്റഡ് സെമി ഓട്ടോമാറ്റിക് റൈഫിളാണ്. 500 മുതൽ 800 മീറ്ററാണ് ഇതിൻ്റെ ഒരു എഫക്റ്റീവ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ഫയർ ചെയ്യുന്നത് ചൈനീസ് ഇൻ്റർമീഡിയറ്റ് കാർട്രിഡ്ജ്, ചൈനീസ് അസോൾട്ട് റൈഫിൾ കാർട്രിഡ്ജ് ആയിട്ടുള്ള 5.8x42mm കാർട്രിഡ്ജാണ്. ഇതിന് പുറമെ വേണമെങ്കിൽ 556 NATO കാർട്രിഡ്ജും ഇതിനൊന്നും ഫയർ ചെയ്യാൻ സാധിക്കും. ഈ 3 റൈഫിളുകളും കൂടാതെ Type 79 എന്ന് പറയുന്ന ഒരു മാർക്സ്മാൻ റൈഫിളും കൂടെ ചൈനയുടെ പക്കലുണ്ട്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാർക്സ്മാൻ റൈഫിളുകളുടെ സ്നൈപ്പർ റൈഫിളുകളുടെ തലതൊട്ടപ്പൻ എന്നൊക്കെ വിളിക്കാവുന്ന സോവിയറ്റ് റഷ്യയുടെ അഭിമാനം ഡ്രാഗണോവിൻ്റെ ചൈനീസ് പതിപ്പാണ്. ഇതിന് പുറമെ 12.7x102mm റഷ്യൻ കാർട്രിഡ്ജ് ഫയർ ചെയ്യുന്ന 3 ആൻറ്റി മെറ്റീരിയൽ ലോങ് റേഞ്ച് റൈഫിൾ കൂടി ചൈനീസ് മിലിറ്ററി ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത് QBU-101 ആണ്. ഇതൊരു ബോൾട്ട് ആക്ഷൻ ആൻറ്റി മെറ്റീരിയൽ റൈഫിളാണ്. 1500 മീറ്ററാണ് ഇതിൻ്റെ എഫക്റ്റീവ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഇതിന് പുറമെ QBU-10 എന്ന് പറയുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് ആൻറ്റി മെറ്റീരിയൽ റൈഫിളും കൂടെ ഉണ്ട്. ഇതിൻ്റെ മാക്സിമം റേഞ്ച് 2000 മീറ്ററാണ്. പക്ഷേ എഫക്റ്റീവ് റേഞ്ചായിട്ട് കണക്കാക്കപ്പെടുന്നത് 1500 മീറ്ററാണ്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് AMR-2 റൈഫിൾ. ഇത് ഒരു ബോൾട്ട് ആക്ഷൻ ആൻറ്റി മെറ്റീരിയൽ റൈഫിളാണ്. പറഞ്ഞു വരുമ്പോൾ ചൈനയുടെ പക്കലുള്ള ഏറ്റവും പവർഫുൾ ആൻറ്റി മെറ്റീരിയൽ റൈഫിൾ അല്ലെ ഏറ്റവും പവർഫുൾ ലോങ് റേഞ്ച് റൈഫിളും ഈ പറഞ്ഞ AMR-2 ആണ്. 2500 മീറ്ററാണ് ഇതിൻ്റെ എഫക്റ്റീവ് റേഞ്ച്. ഇനി ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പല മാർക്സ്മാൻ റൈഫിളുകളും ആൻറ്റി മെറ്റീരിയൽ റൈഫിളുകളും നമ്മുടെ പക്കലുണ്ട്. അതായത് പല യുദ്ധങ്ങളിലും പങ്കെടുത്ത് പയറ്റി തെളിഞ്ഞ വിഖ്യാതമായ തോക്കുകൾ അങ്ങനെ പലതും ഈ സ്നൈപ്പർ റൈഫിൾ വിഭാഗത്തിൽ നമ്മുടെ മിലിറ്ററി കാണാൻ സാധിക്കും. ഒന്നാമത്തെ ആൾ ഡ്രാഗണോവ് തന്നെയാണ്. സ്നൈപ്പർ റൈഫിളുകളിലെ ഏറ്റവും ഐക്കോണിക് റൈഫിളുകൾ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഡ്രാഗണോവ്. റഷ്യൻ ആണെങ്കിലും റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നല്ല ചെയ്തിരിക്കുന്നത്. റഷ്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് ഈ സാധനത്തിനെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് ഇസ്രായേലിൽ വെച്ച് നമ്മൾ അതിനെ വീണ്ടും മോഡിഫൈ ചെയ്ത് അങ്ങനെ ഡ്രാഗണോവിൻ്റെ ഒരു അപ്ഗ്രേഡർ വേർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് പുറമെ ഇസ്രായേലിൻ്റെ IMI ഗലീൽ 7.6mm സ്നൈപ്പർ റൈഫിൾ ഉണ്ട്. പിന്നെ ഹെക്ലറാങ്ക് PSG-1, സിഗ്സോയർ SGG-3000 ഇതിലെല്ലാം തന്നെ ഫുൾ സൈസ് റൈഫിൾ കാർട്രിഡ്ജ്, അതായത് 762 NATO കാർട്രിഡ്ജുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പുറമെ ഈ നേട്ടോ കാർട്രിഡ്ജുകൾ ഉപയോഗിക്കുന്ന സ്നൈപ്പർ റൈഫിളുകൾക്ക് പുറമെ 338 ലാബുവ മാഗ്നം ഉപയോഗിക്കുന്ന 2 സ്നൈപ്പർ റൈഫിളോട് കൂടി ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത് ഫിനിഷ് മാർക്ക്മാൻ റൈഫിളായിട്ടുള്ള സേക്കോ TRG-42 ആണ്. ഇത് LOCയിലാണ് വ്യാപകമായിട്ട് ഡിപ്ലോയ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് പുറമെ വളരെ ലിമിറ്റഡ് നമ്പറിൽ ബരേട്ട സ്കോർപിയോ TGTയും ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആൻറ്റി മെറ്റീരിയൽ റൈഫിളിൻ്റെ കാര്യത്തിലും ഒരു വലിയ നിര തന്നെ നമ്മുടെ പക്കൽ ഉണ്ടെങ്കിലും
ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്ന പേര് വിധ്വംസകാണ്. വിധ്വംസക് ഇത് നമ്മൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്തൊരു ബോൾട്ട് ആക്ഷൻ ആൻറ്റി മെറ്റീരിയൽ റൈഫിളാണ്. 2300 മീറ്ററാണ് ഇതിൻ്റെ എഫക്റ്റീവ് റേഞ്ച്. തന്നെയല്ല ഇതിൻ്റെ 3 വേരിയൻ്റുണ്ട്. 3 തരത്തിലുള്ള കാർട്രിഡ്ജുകൾ ഫയർ ചെയ്യാവുന്ന വേരിയൻ്റുകളുണ്ട്. അത് 12.7 ഇൻറ്റു 108 മില്ലിമീറ്റർ, 14.5 ഇൻറ്റു 114 മില്ലിമീറ്റർ, അതുപോലെ 20 ഇൻറ്റു 82 മില്ലിമീറ്റർ. ഇങ്ങനെ 3 തരത്തിലുള്ള കാർട്രിഡ്ജുകൾ ഫയർ ചെയ്യാവുന്ന വിധ്വംസ റൈഫിളുകളുണ്ട്. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്ന BSF ആണ്. ഇതുകൂടാതെ വിഖ്യാതമായ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും അധികം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഏറ്റവും അധികം ബാറ്റിൽ പ്രൂവൺ ആയിട്ടുള്ള ആൻറ്റി മെറ്റീരിയൽ റൈഫിൾ ബാരറ്റ് M82 ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഫയർ ചെയ്യുന്ന 50 BMG കാർട്രിഡ്ജ്, അതായത് 12.7 ഇൻറ്റു 99 മില്ലിമീറ്റർ കാർട്രിഡ്ജാണ് ഇതിൽ നിന്നും ഫയർ ചെയ്യുന്നത്. ഈ സെമി ഓട്ടോമാറ്റിക് റൈഫിളിൻ്റെ എഫക്റ്റീവ് റേഞ്ച് 1800 മീറ്ററാണ്. ഇതിന് പുറമെ ബാരറ്റ് M95 നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ബോൾട്ട് ആക്ഷൻ ആൻറ്റി മെറ്റീരിയൽ റൈഫിളാണ്. ഇതിൻ്റെ മാക്സിമം റേഞ്ച് 6800 മീറ്ററാണ്. പക്ഷേ എഫക്റ്റീവ് റേഞ്ചായിട്ട് കണക്കാക്കപ്പെടുന്ന 1800 മീറ്റർ വരെയൊക്കെയാണ്. ഇതിന് പുറമെ OSB 96 സെമി ഓട്ടോമാറ്റിക് ആൻറ്റി മെറ്റീരിയൽ റൈഫിളുണ്ട്. 50 റഷ്യൻ കാർട്രിഡ്ജ്, 0.50 റഷ്യൻ കാർട്രിഡ്ജ് ഫയർ ചെയ്യുന്ന ഈ റഷ്യൻ ആൻറ്റി മെറ്റീരിയൽ റൈഫിളിൻ്റെ എഫക്റ്റീവ് റേഞ്ച് 2000 മീറ്ററാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയും അതുപോലെ ചൈനയും പ്രധാനമായും ഉപയോഗിക്കുന്ന സ്മോൾ ആംസ്. ഇവയിൽ ഏറ്റവും മികച്ചത് ഏതാണെന്നുള്ളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി അല്ല നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ പ്രധാനമായും ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ 2 സേനകളുടെയും ഭാഗമായിട്ടുള്ള ആയുധങ്ങളെ ഒന്ന് പരിചയപ്പെടുക എന്നത് മാത്രമായിരുന്നു. അപ്പോൾ കമ്പാരിസണായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തണം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിരന്തരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കാതെ അതൊക്കെ നമ്മൾ പ്രത്യേകം സേവ് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെ അവയൊക്കെ നമ്മൾ പല വീഡിയോകളിലും ഉപയോഗിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കമൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തന്നെയുമല്ല ഇവിടെ കമ്പാരിസൺ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ചില ഒബ്സർവേഷൻസ് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അതായത് നമ്മൾ ഇന്ത്യൻ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആയുധങ്ങളുടെ ഒരു വൈവിധ്യമാണ്. അത് ലോകത്ത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പല ഫേമസ് ബാറ്റിൽ പ്രൂവൺ വെപ്പൺസ് നമുക്ക് ഇന്ത്യൻ നിരയിൽ കാണാൻ സാധിക്കും. പൊതുവെ പറയാറുണ്ട് ഇങ്ങനെ വാരി വലിച്ച് പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു സേനയുടെ എഫിഷ്യൻസിയെ കാര്യമായ രീതിയിൽ ബാധിക്കുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ നമുക്ക് അതേ രീതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. അത് നമ്മൾ ഇവിടെ കാർട്രിഡ്ജുകളുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു. അത് 9mm പാരബെല്ലം പോലെ റൗണ്ട്സുകൾ പിസ്റ്റളുകളിലും സബ്മിഷൻ ഗണ്ണുകളിലും ഉപയോഗിക്കുന്നു. അതുപോലെ 556 നേറ്റോ കാർട്രിഡ്ജ് അല്ലെങ്കിൽ 762 നേറ്റോ കാർട്രിഡ്ജ് ഇതുപോലുള്ള കാർട്രിഡ്ജുകൾ നമ്മുടെ അസോൾട്ട് റൈഫിൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ബുള്ളറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെ ഈ വിഖ്യാതമായ ആയുധങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഒട്ടുമിക്ക ആയുധങ്ങളും നമ്മൾ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡർഡൈസേഷൻ്റെ പ്രശ്നം അവിടെ വരുന്നില്ല. എങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ വളരെയധികം അഭിമാനിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വേൾഡ് ഫേമസ് അസോൾട്ട് റൈഫിൾ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയായിരിക്കും. അപ്പോൾ ആ പറഞ്ഞത് തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ സമീപിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യ നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാത്തരം ആയുധങ്ങളും ബാറ്റിൽ പ്രൂവൺ വെപ്പൺസ് ആണ്. അപ്പോൾ എന്താണെന്നുള്ള കാര്യം ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യം യുദ്ധം ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള തോക്കുകളാണ് നമ്മുടെ കയ്യിലുള്ള ഏതാണ്ട് 90% ആയുധങ്ങളും. എന്നാൽ നമ്മൾ ചൈനീസ് സൈഡിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, ചൈന ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ചൈനയിൽ തന്നെ നിർമ്മിച്ച ചൈനീസ് ആയുധങ്ങളാണ്. അതിപ്പം ചൈന കോപ്പി അടിച്ചുണ്ടാക്കിയതാണോ ചൈന സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താണോ എന്ന് നമുക്കറിയത്തില്ല. അത് എന്ത് തന്നെയായാലും അങ്ങനെ ചെയ്യുമ്പം കൂടുതൽ എഫക്റ്റീവായ രീതിയിൽ ഈ ആയുധങ്ങളും അവയുടെ പാർട്സുകളും പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ അവയെ റിപ്പയർ ചെയ്യാനും അതിലുപരിയായിട്ട് അവയിൽ വ്യക്തമായ രീതിയിൽ ട്രെയിനിങ് നടത്താനും ഒക്കെ സാധിക്കും. പക്ഷേ ഇന്ന് ചൈന ഉപയോഗിക്കുന്ന ഓരോ ആയുധം പോലും കൃത്യമായിട്ട് ബാറ്റിൽ പ്രൂവൺ ആയിട്ടുള്ള ആയുധങ്ങളൊന്നുമല്ല. ഓരോ പ്രത്യേക യുദ്ധ സാഹചര്യങ്ങളും ഓരോ പ്രത്യേക ഭൂമികളിലും അവ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതിനുപരിയായിട്ട് ചൈന എക്സ്പോർട്ട് ചെയ്യുന്ന QBZ-95 ബുൾപപ്പ് റൈഫിൾ, അതായത് കംബോഡിയയിലേക്കും മ്യാൻമാറിലേക്കും അതുപോലെ പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ ഈ സാധനം എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവയുടെ റിലയബിലിറ്റിയെയും ഇവയുടെ ആക്യുറസിയിലും ഒക്കെ ഒരുപാട് ഇഷ്യൂസ് പലരും ഉന്നയിച്ചു കണ്ടിട്ടുണ്ട്. എന്ത് തന്നെയാലും ഒരു കാര്യം ഉറപ്പാണ്, ചൈന ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഈ ആയുധങ്ങളൊക്കെ എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.